അസ്സലാമു അലൈക്കും. വെൽക്കം ടു shainus.com. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സും പഴം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഒരു കഷ്ണം ശർക്കര ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇത് നമുക്ക് പൊടിച്ച് പാനിയാക്കി എടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അലിയിച്ചെടുക്കാൻ പാടുള്ളൂ, കാരണം നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ഓട്സ് പൊടിച്ചതാണ് ഞാൻ എടുക്കുന്നത്. ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഈ ഓട്സ്. ഇത് ഞാനൊരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് വേണ്ടത് റവ എടുക്കുന്നുണ്ട്. റവ ഒരു 4 ടേബിൾ സ്പൂൺ റവ അതിലേക്ക് ഇടുക. പിന്നെ പഴം ഞാൻ റോബസ്റ്റയാണ് എടുത്തിട്ടുള്ളത്. 2 റോബസ്റ്റ എടുക്കുക. റോബസ്റ്റ ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ടൈറ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ലൂസാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ശർക്കര മുഴുവനും ഒഴിച്ചിട്ടില്ലായിരുന്നു, ബാക്കി ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, കാരണം ഇത് മാവ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ എള്ള്, അല്പം ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് റവ ഇട്ടത് കാരണം ഇതിങ്ങനെ ഇരിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ടൈറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ നോക്കിയിട്ട് അധികം ലൂസായി പോകാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം. പിന്നെ കോരി എണ്ണയിലോട്ട് ഒഴിക്കാനുള്ള പരുവത്തിൽ വേണം. പിന്നെ അല്പം സോഡാപ്പൊടി കൂടെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ മാവ് ടൈറ്റാണെങ്കിൽ കുറേശ്ശെ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് അത് എണ്ണയിലോട്ട് ഒഴിക്കാനുള്ള പാകത്തിന് ലൂസാക്കി എടുക്കണം. ഓവർ ലൂസാവാതെ നോക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ തവി വെച്ച് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ പൊരിച്ചെടുക്കുക. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.